3 days after a shocking video of 3 Indian workers being brutally beaten up by their Saudi Arabian employees went viral, that triggered a massive outrage in India. These 3 men have now returned home after the intervention of the Kerala government as well as the Ministry of External Affairs. ഒരുപാട് പീഡനങ്ങളും കാര്യങ്ങളൊക്കെ പലരെയും നമ്മൾ വിളിച്ചിട്ട് പോലും ആരും നമ്മുടെ അടുക്ക വരാനോ എടുക്കാനോ തയ്യാറായില്ലായിരുന്നു. പിന്നെ ബിജെപി സംഘടനയായ സമന്വയ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട്. അതിന്റെ ബി ചേട്ടൻ, ഷാഗിർക്ക, മോഹൻദാസ് ചേട്ടൻ, ഇവരെല്ലാവരും നമ്മുടെ അടുക്ക, ദീപക് ചേട്ടൻ, ഇവരെല്ലാവരും നമ്മുടെ അടുക്ക വരികയും നമ്മളോട് കാര്യങ്ങൾ എന്താണെന്ന് വിശദമായിട്ട് തിരക്കുകയും ഞങ്ങൾ എവിടെ കിടക്കുന്നത് അവർ കൃത്യമായിട്ട് അവർക്ക് ബോധ്യം ഉണ്ടാവുകയും അതിനുശേഷം അവർക്ക് നമുക്ക് വേണ്ട കാര്യങ്ങൾ അവർ നിർദ്ദേശങ്ങൾ നൽകുകയൊക്കെ ചെയ്തിരുന്നു. പിന്നെ ദൈവത്തിന് നന്ദി പറയുന്നു. ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചതല്ല, അതേപോലെ ഞങ്ങളുടെ അവസ്ഥ അതുപോലായിരുന്നു. ഞങ്ങളെ ക്രൂരമായിട്ടുള്ള മർദ്ദനങ്ങളായിരുന്നു ഞങ്ങളെ സഹിക്കാവുന്നതിന്റെ പരമാവധി സഹിച്ചതിന് ശേഷമാണ് വീട്ടുകാരോട് വിളിച്ച് പറയുന്നത്. അതുവരെ പറഞ്ഞിട്ടില്ലായിരുന്നു. പിന്നെ അവരുടെ മർദ്ദനം ഒത്തിരി ആയിക്കഴിഞ്ഞപ്പം ഇതിനൊക്കെ വളർത്തുണ്ടായോ എന്ന് വിചാരിച്ച് മർദ്ദനം ആദ്യമൊക്കെ കിട്ടിയിട്ടും സഹിച്ച്, പക്ഷെ അത് പിന്നെ താങ്ങാൻ വയ്യാത്ത അവസ്ഥയായി കഴിഞ്ഞപ്പം വിളിച്ചു പറഞ്ഞു. We have been taking up the issues of the Keralites working abroad, and whenever they are in problems, we have been trying to solve them through the intervention of the Government of India. So earlier also, when the nurses were there trapped, we had made efforts. Even now there are a lot of such issues pending before the Government of India. We are fortunate that this issue could be solved very, I can say, in a very fast pace. And the External Affairs Minister, Srimati Sushma Swaraj, made a personal intervention. That's what I understand. And yesterday I got the message from the Minister's office that they are coming back by this flight. So I was requested on behalf of the Minister to go and receive